സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിൽ പാലിച്ച് തഖ്വയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്നത് കഴിഞ്ഞ ആഴ്ചയിലെ ഖുത്ബയിലൂടെ നാം വിശദീകരിച്ചു. അത്തരം ഔലിയാക്കന്മാർക്ക്, അല്ലാഹുവിന്റെ വലിയവർക്ക് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ കറാമത്ത് എന്നും ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റബ്ബിനെ സൂക്ഷിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിതത്തെ കൊണ്ടുപോകുന്ന മുത്തഖികളായ അടിമകൾക്ക്, അല്ലാഹുവിന്റെ അടിമകൾക്ക്, ആ അടിമകളെ അല്ലാഹു ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് പല രൂപത്തിലുള്ള അത്ഭുതങ്ങളും അവര് മുഖേന റബ്ബ് വെളിവാക്കിയേക്കാം. ഈ ഒരു സംവിധാനത്തെയാണ് കറാമത്ത് എന്ന പദത്തിലൂടെ നാം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത്. അഥവാ നാം ചിന്തിക്കുന്നതിന്, ആലോചിക്കുന്നതിനപ്പുറത്ത് വലിയ അത്ഭുതങ്ങളിലൂടെ പല സംഭവവും നമുക്കിടയിൽ നടന്നു എന്ന് വരാം. അതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ച് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോളണം എന്നില്ല. സാധാരണയായി പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, ഒരു ആക്സിഡന്റിലൊക്കെ പെട്ട് വണ്ടിയുടെ കോലം, കാറിന്റെ കോലം കണ്ടാൽ അതൊന്നൊരു മനുഷ്യനും ബാക്കിയായിട്ട് ഉണ്ടാവില്ല എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ പൂർണ്ണമായി കത്തിയമർന്നതും അതിൽ നിന്ന് ഒരാൾ എങ്ങനെയോ നിർവചിക്കാൻ കഴിയാത്ത രൂപത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന വാർത്ത സാധാരണയായി നമ്മളുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നതാണ്. ഇങ്ങനെ അതിന്റെ കാര്യത്തെക്കുറിച്ചോ കാരണത്തെക്കുറിച്ചോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ അല്ലാഹു ചില സൃഷ്ടികളെ, അല്ലാഹുവിന്റെ അടിമകളെ അല്ലാഹു സഹായിക്കും. ഈ രൂപത്തിൽ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും വസ്തുനിഷ്ഠമായ ചരിത്ര സംഭവങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോ കറാമത്ത് എന്ന വിഷയം ഉണ്ട് എന്നു തന്നെയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ മഹാന്മാരായ പല ആളുകളുടെയും ഇതിനുള്ള ഉദാഹരണങ്ങളെ കുറിച്ച് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മഹതിയായ മറിയം ബീവിയുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇമ്രാനിന്റെ ഭാര്യയായ ഹന്ന ബീവി പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് മക്കളില്ലായിരുന്നു. മക്കൾക്ക് വേണ്ടി അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി. അല്ലാഹുവേ, എനിക്കൊരു കുട്ടിയെ തരണേ എന്ന് ആത്മാർത്ഥമായി ഇമ്രാനിന്റെ ഭാര്യയായ ഹന്നയും കൂടെ പ്രാർത്ഥിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രാർത്ഥന കേൾക്കുകയും ഹന്ന ബീവി ഗർഭിണിയാവുകയും ചെയ്യും. ആ സന്ദർഭത്തിലാണ് ഇമ്രാനിന്റെ ഭാര്യയായ ഹന്ന ഒരു നേർച്ച നേരുന്നത്. റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററൻ. അല്ലാഹുവേ, എന്റെ വയറ്റിലുള്ള ഈ കുട്ടി, എന്റെ പ്രാർത്ഥന സ്വീകരിച്ച റബ്ബേ, എനിക്ക് നീ ഒരു കുട്ടിയെ തന്നതുകൊണ്ട് തന്നെ എന്റെ ഈ പിഞ്ചോമരയെ നിനക്ക് വേണ്ടി നിന്റെ മാർഗത്തിൽ ഞാൻ നേർച്ച നേരും റബ്ബേ എന്ന് ഹന്നാ ബീവി നേർച്ചയാക്കുകയാണ്. അവർ പ്രതീക്ഷിച്ചിരുന്നത് ഒരു ആൺകുട്ടിയായിരുന്നു, എന്നാൽ പറഞ്ഞത് പെൺകുട്ടിയായി. അങ്ങനെയാണ് മറിയം ബീബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലെങ്കിൽ മറിയം ബീബി റളിയല്ലാഹു അൻഹ എങ്ങനെയും പറയാം. മറിയം ബീബി അങ്ങനെയാണ് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്. ഖുർആൻ ആ കുട്ടിയെക്കുറിച്ച്, ഹന്നാ ബീബിയുടെ ഗർഭത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് വല്ലാഹു അഅലമു ബിമാ വദഅത്. തീർച്ചയായും ആ ഗർഭത്തെക്കുറിച്ച് കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവൻ അത് പടച്ച റബ്ബ് തന്നെയാണ്. അങ്ങനെ ഹന്നയും അതുപോലെ തന്നെ ഇമ്രാനും തന്റെ പിറന്നു വീടുന്ന ആ സന്താനത്തെ പള്ളിക്ക് വേണ്ടി ബൈത്തുൽ മുഖദ്ദസിലേക്ക് മാറ്റിവെക്കും. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ മാറ്റിവെക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നേർച്ച. പിറന്നത് പെണ്ണായിരുന്നു. അങ്ങനെ ഹന്നാ ബീബിയും ഇമ്രാനും കൂടെ ആ തന്റെ മകളായ മറിയമിനെ ബൈത്തുൽ മുഖദ്ദസിന്റെ സേവകരുടെ കൂട്ടത്തിലാക്കി ബൈത്തുൽ മുഖദ്ദസിലേക്ക് വേണ്ടി അവർ ഒഴിഞ്ഞു വെച്ചു നേർച്ചയാക്കിയാണ്. ഇന്ന് പലപ്പോഴും സ്ത്രീകൾ പള്ളിയിൽ കയറിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രയാസാണ്, ഹറാമാണ്, മക്റൂഹാണ്, തഹരീമിന്റെ കറാഹത്താണ് എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലൊന്നുണ്ട്. മറിയം ബീബി വളർന്നത്, അതുപോലെ തന്നെ മറിയം ബീബിയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ മൂന്നിലൊരു ഹറമായ ബൈത്തുൽ മുഖദ്ദസിന്റെ തട്ടിലാണ്, മടിത്തട്ടിലാണ്, മെഹ്റാബിലാണ് മറിയം ബീവി വളരുകയും വികസിക്കുകയും ചെയ്തത് എന്ന് പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നമ്മൾ പഠിപ്പിക്കുക. അപ്പൊ പെണ്ണിന് പള്ളി ഹറാമായിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ നേർച്ച നേർന്ന ഹന്നാബീവിക്ക് ഒരു പെൺകുട്ടിയെ നൽകില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വേർതിരിവ് ഈ മേഖലയിൽ പരിശുദ്ധ ഖുർആൻ വെച്ചിട്ടില്ല എന്നർത്ഥം. അങ്ങനെ നേർച്ചയാക്കി. ആ സന്ദർഭത്തിൽ ബൈത്തുൽ മുഖദ്ദസിലെ അന്നത്തെ പുരോഹിതന്മാർ അവർ നറുക്കിടുകയാണ്. ആരാണ് മറിയം ബീവിയെ വളർത്തേണ്ടത്, പരിചാരകരായി മറിയം ബീവിക്ക് വേണ്ട സംരക്ഷണം നൽകേണ്ടത് ആരാണ് എന്ന് അന്നത്തെ പ്രധാനപ്പെട്ട പുരോഹിതന്മാർ നറുക്കിടുകയും ആ പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ നേതാവായിരുന്ന സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നെറുക്ക് ലഭിക്കുകയും അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിലെ പുരോഹിതന്മാരുടെ തലവനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയം ബീവിയെ ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തുകയും മാത്രമല്ല സക്കരിയ നബിയും മറിയം ബീവിയും തമ്മിൽ വേറെ ബന്ധം കൂടെ. മറിയം ബീവിയുടെ മാതൃ സഹോദരിയുടെ ഭർത്താവ് കൂടെയായിരുന്നു സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇങ്ങനെ ഒരു ബന്ധവും മറിയം ബീവിയും സക്കരിയ നബിയുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ പള്ളിയിൽ താമസിക്കാനുള്ള, പള്ളിയിൽ ജീവിക്കാനുള്ള മെഹ്റാബിൽ തന്നെ, പള്ളിയുടെ മെഹ്റാബിനടുത്ത് തന്നെ കൃത്യമായി ഒരു ഇടം സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയം ബീവിക്ക് വേണ്ടി ഒരുക്കിയതാണ്. فتقبلها ربها بقبول حسن وأنبتها نباتا حسنة فكفرها زكريا. അങ്ങനെ അവളെ ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കണം. അള്ളാഹു ആ കുട്ടിയെ മറിയമിനെ സ്വീകരിക്കുകയും സക്കരിയ നബിയുടെ കൈകളാൽ സംരക്ഷണം തീർക്കുകയും ചെയ്തു. كلما دخل عليها زكريا المحراب وجد عندها رزقا. അങ്ങനെ അവിടൊക്കെ പള്ളിക്ക് നല്ലൊരു മെഹ്റാബ് തന്നെ താമസിക്കാനുള്ള സ്ഥലം സൗകര്യം ചെയ്തു കൊടുത്ത് സക്കരിയ നബി പുറത്തു പോയി പള്ളിയിലേക്ക് വരുന്ന എല്ലാ സന്ദർഭത്തിലും കുല്ലമാ ദഖല അലൈഹാ സക്കരിയ നബി മറിയം ബീവിയുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോഴെല്ലാം സക്കരിയൽ മിഹ്റാബ, ഖുർആൻ തന്നെ പറഞ്ഞു മിഹ്റാബ, ആ പള്ളിയുടെ ബൈത്തുൽ മുഖദ്ദസിന്റെ മിഹ്റാബിലേക്ക് വരുന്ന സന്ദർഭത്തിലെല്ലാം വജദ ഇൻദഹാ റിസ്ഖ, മറിയം ബീവിയുടെ കയ്യിൽ ഇരിക്കുന്ന ഭാഗത്ത് നല്ല ഭക്ഷണത്തിന്റെ ഒരു തളിക എല്ലാ സമയത്തും സക്കരിയ നബി കാണുന്ന. ഇത് കണ്ടിട്ട് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതപ്പെട്ടു. നിനക്ക് എവിടുന്നാണ് ഈ ഭക്ഷണത്തിന്റെ തളിക കിട്ടിയത്? മറിയം ബീവിയുടെ മറുപടി, ഇതെന്റെ പടച്ച റബ്ബ് അല്ലാഹു എനിക്ക് തന്നതാണ്. ഇന്നല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു താൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതില്ലാത്ത രൂപത്തിൽ അല്ലാഹു അവന്റെ അടിമകളെ സഹായിക്കുന്നു എന്ന് മറിയം ബീവിയുടെ വിശദീകരണം ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ ഭക്ഷണ തളികയെ കുറിച്ചും തഫ്സീറുകളിൽ കാണാം. മഹാനായ ഇബ്നു ജരീർ അത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, മറിയം ബീവിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഭക്ഷണം സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുമ്പോൾ ഉണ്ടായിരുന്ന ഭക്ഷണത്തിന്റെ തളിക ചൂടുകാലത്ത്, ഉഷ്ണകാലത്ത് ആ നാട്ടിൽ ലഭിക്കാത്ത പഴങ്ങൾ, പഴവർഗ്ഗങ്ങൾ ആ ഭക്ഷണ തളികയിൽ സക്കരിയ നബി കാണാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ തണുപ്പ് കാലത്ത് ആകുമ്പോൾ തണുപ്പ് കാലത്ത് ആ നാട്ടിൽ ലഭിക്കാത്ത പഴങ്ങൾ തണുപ്പ് കാലത്ത് ആ ഭക്ഷണ തളികയിൽ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണാറുണ്ടായിരുന്നു എന്ന തഫ്സീറുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇവിടെ നാം ആലോചിക്കേണ്ടത്, മറിയം എന്ന് പറഞ്ഞാൽ അവർ പ്രവാചകനെയല്ല, നബിയല്ല, നബിയായിട്ടോ റസൂലായിട്ടോ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. മറിയം ബീവിയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് സുദ്ദീഖ, അവർ സത്യസന്ധയായിരുന്ന, സത്യസന്ധയായ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന സൂക്ഷ്മതയുള്ള ഒരു സ്ത്രീയായിരുന്നു മറിയം ബീവി. ആ മറിയം ബീവിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളിയിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ മെഹ്റാബിൽ പരിഗണിച്ചുകൊണ്ട് ആ മെഹ്റാബിൽ മറ്റൊരാളുടെ കയ്യാലും സഹായമില്ലാത്ത രൂപത്തിൽ ഏറ്റവും നല്ല സ്റ്റാൻഡേർഡായ ഭക്ഷണം മറിയം ബീവിക്ക് പടച്ച റബ്ബ് നൽകിയെന്ന് പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഖുർആൻ ഈ കറാമത്തിനെ കുറിച്ച് നമുക്ക് വിശദീകരിച്ചത് ഇതാണ് കറാമത്ത്. പ്രവാചകന്മാർ മുഖേന അത്ഭുത സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുഅ്ജിസത്ത് എന്നാണ് നമ്മൾ പറയാം. പ്രവാചകന്മാരല്ലാത്ത അള്ളാഹുവിന്റെ അടിമകൾ, നബിമാരല്ലാത്ത റസൂലുകളല്ലാത്ത അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹു നൽകുന്ന ഈ രൂപത്തിലുള്ള അത്ഭുതങ്ങളെയാണ് കറാമത്ത് എന്ന രൂപത്തിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് എന്നർത്ഥം. ഇനി ഹദീസിന്റെ താളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഈ രൂപത്തിൽ വിശാലമായ ചരിത്രങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഖുർആനിൽ തന്നെ ഗുഹാവാസികളുമായി ബന്ധപ്പെട്ട ചരിത്രം നമ്മൾ പഠിച്ചത് വളഞ്ഞത് മനസ്സിലാക്കിയതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ എല്ലാ വെള്ളിയാഴ്ചയും ഓതൽ സുന്നത്താക്കപ്പെട്ട സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിൽ ഗുഹാവാസികളുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഖുർആൻ തന്നെ വിശദീകരിക്കുന്നത് കാണാം. തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ ഈ ഒരു സംഘത്തെ ആ നാട്ടുകാർ മുഴുവനും ശക്തമായ രൂപത്തിൽ പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന സ്വീകരിച്ച് ഇവര് ഈ പറയുന്ന ദൗത്യ സംഘം പ്രബോധകന്മാർ ആ നാട് വിടുകയാണ്. അങ്ങനെ ആ നാട് വിട്ട ആളുകൾ ഒരു ഗുഹക്കുള്ളിൽ പ്രവേശിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗുഹയുടെ ഉള്ളിൽ 300 വർഷത്തോളം അവരെ ഉറക്കിക്കിടത്തി. 300 വർഷത്തിന് ശേഷം അവരെ എഴുന്നേൽപ്പിച്ചു.
എഴുന്നേറ്റ സന്ദർഭത്തിൽ തങ്ങളെ ആട്ടിയോടിച്ച നാട് മുഴുവൻ അല്ലാഹു മാറ്റിന. ആ നാട്ടിലെ മുഴുവൻ ആളുകളെയും 300 വർഷത്തിനപ്പുറം ആ നാടിനെ മുഴുവനും മാറ്റി. ഈ തൗഹീദ് പറഞ്ഞ കൊച്ചു സംഘത്തെ അല്ലാഹു സംരക്ഷിച്ചു എന്ന ഗുഹാവാസികളുടെ സംഭവം ഏറെ പ്രസിദ്ധമായി നമ്മൾ കേൾക്കുന്നതാണ്. ഹദീസിന്റെ താളുകളിലും ശ്രേഷ്ഠരാക്കപ്പെട്ട ഒരുപാട് സഹായമാർ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന ആ സന്ദർഭവുമായി ബന്ധപ്പെട്ട് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം കാണാം. ഉമർ റളിയല്ലാഹു അൻഹു യഥാർത്ഥത്തിൽ മുശ്രിക്കായി ഇരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ പരിശുദ്ധ ഖുർആൻ കേൾക്കാൻ അദ്ദേഹത്തിന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങൾ, പല രൂപങ്ങൾ ഹദീസിന്റെ താളുകളിൽ കാണാം. ഈ രൂപത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ ഇസ്ലാമികവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ കഅബക്ക് അടുക്കൽ വന്നുകൊണ്ട് റസൂലുള്ളാഹി ഖുർആൻ പാരായണം ചെയ്യും എന്ന വാർത്ത ഉമർ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കണ്ണിൽ പെടാതെ കഅബയുടെ ചില്ലക്ക് അരികിൽ വന്ന് ഒളിഞ്ഞിരുന്നുകൊണ്ട് ഖുർആൻ കേൾക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ദിവസം തീരുമാനം എടുക്കുന്നുണ്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഈ രൂപത്തിൽ റസൂലുള്ളാഹി കഅബക്ക് സമീപം എത്തുന്നതിന് മുമ്പ് ഉമർ അവിടെ വന്ന് ഖുർആൻ സായൂദ്ധം ശ്രമിക്കാൻ വേണ്ടി റസൂലുള്ളാഹി കാണാത്ത രൂപത്തിൽ ഒളിച്ചിരുന്നുകൊണ്ട് ശ്രദ്ധിക്കാൻ. അപ്പൊ അദ്ദേഹം അങ്ങനെ ശ്രദ്ധിക്കുമ്പോ റസൂലുള്ളാഹി വന്നു. റസൂലുള്ളാഹി ഓതുന്നത് സൂറത്തുൽ ഹാഖയാണ്. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഭയങ്കര ആവേശമായി, കേൾക്കാൻ ഭയങ്കര ഉത്സാഹമായി. എന്ന ആ സൂറത്ത് ഇങ്ങനെ ഓതി റസൂൽ ഉമർ റളിയല്ലാഹു അൻഹു അതിൽ ശ്രദ്ധ കൊടുത്തിങ്ങനെ ഇരിക്കാൻ. അങ്ങനെ പെട്ടെന്ന് ഉമർ പറഞ്ഞു, അത് ഷാഇർ, ഇതൊരു കവിതയാണോ? മനോഹരമായ ഒരു കവിത കേൾക്കുന്ന രൂപത്തിലാണ്, ഇതൊരു കവിതയാണോ എന്ന് ഉമർ പറഞ്ഞു. ആ സന്ദർഭത്തിലാണ് 41-ാമത്തെ ആയത്. ഇത് പറഞ്ഞതോടെ റസൂലുള്ളാഹിന്റെ വായിൽ നിന്ന് വരുന്നത് 41-ാമത്തെ ആയത്താണ്. ഇതൊരിക്കലും ഒരു കവിതയല്ല. ഉമർ റളിയല്ലാഹു അൻഹു വളരെ സ്വകാര്യമായി അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്നുപോയതാണ്, ഇതൊരു കവിതയാണ്. അപ്പൊ തന്നെ മറുപടി, ഇതൊരു കവിതയല്ല. കുറച്ച് ആളുകൾ മാത്രമേ ഈ വിഷയത്തെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്നുള്ളൂ എന്ന് അപ്പം തന്നെ മറുപടി വരും. അപ്പൊ അദ്ദേഹം വീണ്ടും പറയാൻ കാല ഉമർ കാഹിൻ, ഞാൻ ഈ കേട്ടത് ഒരു ജ്യോത്സ്യം ചെയ്യുന്ന പണിയാണ്, ജ്യോത്സ്യപ്പണിയാണ്. അപ്പൊ തന്നെ ഖുർആന്റെ അടുത്ത വാചകം 42-ാം വചനം, വലാ ബിഖൗലി കാഹിൻ, ഇതിരിക്കലും ഒരു ജ്യോത്സ്യപ്പണിയല്ല. ഖലീലം മാ തദക്കറൂൻ, കുറച്ചാളുകൾ മാത്രമേ ഈ വിഷയത്തെ കുറിച്ച് ആലോചിക്കുന്നുള്ളൂ, ചിന്തിക്കുന്നുള്ളൂ എന്ന് പരിശുദ്ധമായതാണ്. അഥവാ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ ചിന്തിക്കുന്ന വിഷയം അദ്ദേഹത്തിന്റെ ആ വിശ്വാസം യഖീനാക്കാൻ, ഉറപ്പിക്കാൻ വേണ്ടി തന്റെ ആദ്യ സന്ദർഭത്തിൽ ഖുർആൻ ശ്രവിക്കാൻ വേണ്ടി അദ്ദേഹം സായൂധം അത് ശ്രമിച്ചപ്പോ അപ്പോൾ തന്നെ റസൂലുള്ളാഹിന്റെ വായിലൂടെ അതിന് മറുപടി ലഭിച്ചു എന്ന ഹദീസുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇതേ രൂപത്തിൽ ഉമറുമായി ബന്ധപ്പെട്ട് തന്നെ ഇസ്ലാമിക ലോകത്ത് കിതാബുകൾ തന്നെ ഈ വിഷയത്തിൽ രചിക്കപ്പെട്ട് കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ ചിന്തിക്കുന്ന വിഷയം അല്ലാഹു വഹിയായി, വിധിയായി, നിയമമായി ഇറക്കപ്പെട്ട അനേകം സന്ദർഭങ്ങൾ. ഇതേ രൂപത്തിൽ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയം, ബാങ്കിന്റെ ലഫ്ളുകൾ ആദ്യം മണിയടിക്കലായിരുന്നു. ബാങ്കിന്റെ സമയമായി എന്നറിയാൻ മണിയടിച്ച ആളുകൾക്ക് വിളിച്ചു കൂട്ടുന്ന, അല്ലെങ്കിൽ വലിയ കുടലുപിടിക്കുന്ന കൊമ്പ് പിടിച്ച ആളുകളെ അതിൽ നിന്ന് ആ ശബ്ദം കേട്ടുന്ന ആളുകൾ പള്ളിയിലേക്ക് കടന്നു വന്നിരുന്നതെന്നാണ്. ഈ രൂപത്തിൽ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിലാണ് ബാങ്കിന്റെ ലഫ്ളുകൾ അദ്ദേഹം സ്വപ്നം കാണാൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് സ്വപ്നം കാണാൻ. ഈ സ്വപ്നം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങി, സദഖ്ത, അത് സത്യം. അതിനുശേഷമാണ് അത് സത്യപ്പെടുത്തിയതും പിന്നീട് ഇന്നും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ബാങ്കിന്റെ അലയലുകൾ ഉമർ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് റബ്ബിട്ട് കൊടുക്കുകയും റസൂലുള്ളാഹി സത്യപ്പെടുത്തുകയും ചെയ്തു എന്ന് ഹദീസുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ അടിമകൾക്ക് അല്ലാഹു പ്രത്യേകമായ പദവി പരിഗണന നൽകുമെന്ന് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേ രൂപത്തിൽ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച സംഭവം, ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് മദീനത്തെ പള്ളിയിൽ നിന്ന് മഹാനായ ഉസൈദ് അതുപോലെ തന്നെ ഹബ്ബാൻ റളിയല്ലാഹു അൻഹു ഈ രണ്ടാളുകളും റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് ദീൻ പഠിക്കാൻ വന്നതാണ്. രാത്രി ഇശാക്ക് ശേഷം റസൂലുള്ളാഹിന്റെ കൂടെ അവർ രണ്ടുപേരിരുന്നു, ദീൻ പഠിച്ചു. ഒരുപാട് സമയം വൈകി കൂരിട്ട് നേരത്ത് ഇവര് പള്ളിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഇരുട്ടാണ്, ഒന്നും കാണാൻ കഴിയുന്നില്ല. യാത്ര വളരെ വലിയ ദുസ്സഹമായി.
ആ സന്ദർഭത്തിൽ ഇവരുടെ തലക്ക് പുറകിൽ ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു. ഇവർ അത്ഭുതപ്പെട്ടു, വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു. ഇവർ നടക്കുന്ന ഭാഗത്തെല്ലാം ഈ വെളിച്ചം ഇവരെ പിന്തുടർന്നു. അവസാനം ഇവർ രണ്ട് വഴിയിലേക്കായി. ഉസൈദും അതുപോലെ തന്നെ ഹബ്ബാദ് ബിൻ ബിശർ അതുപോലെ തന്നെ ഉസൈദ് റളിയല്ലാഹു അൻഹു ഇവർ രണ്ടായി പിരിഞ്ഞപ്പോ ആ വെളിച്ചം രണ്ടായി പിരിയുകയും അവരുടെ വീട് വരെ അവരത് പിന്തുടരുകയും സുരക്ഷിതമായി അവരെ വീട്ടിൽ എത്തിക്കാൻ അത് സഹായിക്കുകയും ചെയ്തു എന്ന ഹദീസുകളിൽ നമ്മൾ വായിക്കും. ഈ അബ്ബാദ് ബിൻ ബിശർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ നമസ്കാരം പറഞ്ഞ സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിച്ചതാണ്. ദാഫ്നിക്കായ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ യാത്ര ചെയ്ത് അവസാനം ഒരു രാത്രിയിൽ റസൂലും സഹാബത്തും വിശ്രമത്തിനു വേണ്ടി ഒരു കുന്നിന്റെ ചെരുവിലേക്ക് രണ്ട് കുന്നുകളുള്ള പർവ്വതങ്ങൾക്കിടയിൽ ഒരു വാദിയിൽ മുസ്ലിം സൈന്യം തമ്പടിച്ച സന്ദർഭത്തിൽ ഇവർക്ക് സംരക്ഷകരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് സുഹാബിമാരെ അന്വേഷിച്ചപ്പോ മുഹാജിറുടെ കൂട്ടത്തിൽ നിന്ന് അമ്മാർ ഇബ്നു യാസിറും അൻസാരികളുടെ കൂട്ടത്തിൽ നിന്ന് അബ്ബാദ് ബിൻ ബിശറും തയ്യൂർത്ത് ഈ രണ്ട് സഹാബിമാരും ഈ സൈന്യത്തിനു വേണ്ടി കാവലിൽ നിൽക്കുകയും അങ്ങനെ ദാഫ്നിക്കായിൽ നിന്ന് ഒരു ശത്രു നേർച്ചയെടുത്ത മുഹമ്മദ് നബിയെ ഞാൻ കൊല്ലുമെന്ന് നേർച്ചയെടുത്ത ഒരു ശത്രു ഈ മുസ്ലിം സൈന്യത്തെ പിന്തുടർന്നു വന്ന് രാത്രി സന്ദർഭത്തിൽ മുസ്ലിം സൈന്യം വിശ്രമിക്കുന്ന സന്ദർഭത്തിൽ ആ മലയുടെ താഴ്വാരത്തിനരികെ എത്തിയപ്പോ രണ്ട് സഹാബിമാർ അവിടെ കാണുന്നു. അത് അബ്ബാദ് ബിൻ ബിശറും അതുപോലെ തന്നെ അമ്മാർ ബിൻ യാസിറുമായിരുന്നു. അങ്ങനെ അബ്ബാദ് ബിൻ ബിശർ റളിയല്ലാഹു അൻഹു രാത്രി വേറെ പണിയൊന്നുമില്ലാത്തപ്പോൾ അദ്ദേഹം നിസ്കരിക്കുകയാണ്, സുന്നത്ത് നിസ്കരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഈ ശത്രു അവിടെ എത്തുന്നത്. ഇത് കണ്ട് ശത്രു തന്റെ കയ്യിലുണ്ടായിരുന്ന അമ്പ് കൊണ്ട് അബ്ബാദ് ബിൻ ബിശറിനെ അമ്പെയ്യുകയും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അത് തറച്ചത് അദ്ദേഹം ശ്രദ്ധിച്ചില്ലാണ്. ഒന്നാമത് അമ്പെയ്തു, അമ്പ് വന്ന് തറച്ചു, അദ്ദേഹത്തിന് ഒരു കൂസലില്ല, അമ്പെടുത്ത് പറിച്ച് നിലത്തിട്ടു. രണ്ടാമത് വീണ്ടും അമ്പെയ്തു, ഇതേ രൂപത്തിൽ അമ്പ് തന്റെ കൈകൊണ്ട് പറിച്ച് നിലത്തിട്ടു. മൂന്നാമത് അമ്പെയ്തപ്പോഴാണ് അബ്ബാദ് ബിൻ ബിശർ റളിയല്ലാഹു അൻഹു തന്റെ നമസ്കാരം നിർത്തി അവിടെ കൂടെ ഉറങ്ങിക്കൊണ്ടിരുന്ന അമ്മാർ ബിൻ യാസിറിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നതിനെല്ലാം ഹദീസിനെ നമ്മൾ വായിക്കും. അദ്ദേഹം അങ്ങനെ അമ്പ് വന്ന് തറച്ചിട്ട് അത് വലിച്ചൂരി ഇടാൻ കാരണം അദ്ദേഹത്തിന്റെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അത്രയേറെ ഭയഭക്തിയും സൂക്ഷ്മതയുമുള്ള സഹാബിയായിരുന്നു അബ്ബാദ് ബിൻ ബിശർ. ആ ഹദീസിൽ കാണാം, റസൂലുള്ളാഹ് എന്നെ കാവൽ നിർത്തിയ അവസ്ഥയിലല്ലായിരുന്നുവെങ്കിൽ ഞാനൊരു സൂറത്ത് ഓതുന്നു, അപ്പോഴാണ് ഈ ശത്രു വന്ന് എന്നെ അമ്പെയ്യുന്നത്. റസൂലുള്ളാഹി എന്നെ ഒരു സൈന്യത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പോകുന്നത് വരെ എത്രയെല്ലാം ഒന്നുകൊണ്ടാലും ഞാൻ ആ സൂറത്ത് അവസാനിപ്പിക്കലായിരുന്നു എന്ന സ്വഹാബിയൻ പിന്നീട് വിശദീകരിക്കുന്നതൊക്കെ കാണുന്നത്. ഞാൻ പറഞ്ഞത് അബ്ബാദ് ബിൻ ബിശർ ഏറ്റവും നല്ല രൂപത്തിൽ റബ്ബിനെ സൂക്ഷിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിച്ച മഹാനായ സ്വഹാബിയനായിരുന്നു. ഇതേ രൂപത്തിൽ ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ട ഉസൈദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മദീനക്കാരനാണ്. അതുപോലെ തന്നെ ഔസ് ഗോത്രത്തിന്റെ നേതാവാണ്. ഈ സ്വഹാബിയെ കുറിച്ചാണ് റസൂലുള്ളാഹി പറഞ്ഞത്, നിഅമർ റജുലു ഉസൈദ്. ഉസൈദ് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് എന്ന് റസൂലുള്ളാഹി പുകഴ്ത്തി പറഞ്ഞ സ്വഹാബിയാണ് ഉസൈദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വീട്ടിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുമ്പോ അദ്ദേഹത്തിന്റെ കുതിര വീടിന്റെ പുറത്ത് കുതിരയെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഖുർആൻ ഓത്തു തുടങ്ങിയപ്പോ കുതിര ആടാൻ തുടങ്ങിയ അതിൽ ഇദ്ദേഹത്തിന്റെ ഓത്തിൽ ആകൃഷ്ടനായി കുതിരക്ക് ഇങ്ങനെ പ്രത്യേകമായ ചലനവും ഇളക്കവും അദ്ദേഹം ശ്രദ്ധിച്ചു. പെട്ടെന്ന് അദ്ദേഹം ഓത്തു നിർത്തി. അപ്പൊ കുതിര ആദ്യത്തെ അതേ രൂപത്തിൽ തന്നെ ഇളകാതെ വന്നു. വീണ്ടും അദ്ദേഹം ഓടാൻ തുടങ്ങിയപ്പോ ഇതേ രൂപത്തിൽ കുതിരയുടെ ആട്ടവും അതുപോലെ തന്നെ ഇളക്കമൊക്കെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ കുട്ടി ഈ കുതിരയെ കെട്ടിയിട്ട തൊട്ടടുത്തുണ്ട്. കുതിരയെങ്ങാനും ആ കുട്ടിയെ തട്ടുമെന്ന് പേടിച്ചുകൊണ്ട് ഓത്ത് നിർത്തി അദ്ദേഹം ആ കുട്ടിയെ മാറ്റിവെച്ചു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കും. അതുപോലെ തന്നെ ഓത്തിന് ശേഷം ആകാശത്തേക്ക് വാനലോകത്തേക്ക് നോക്കിയപ്പോ വെളിച്ചത്താൽ ശക്തമായ വെളിച്ചത്താലുള്ള ഒരു മേഘം അബ്ബാദ് റളിയല്ലാഹു ഈ പറയുന്ന ഉസൈദ് റളിയല്ലാഹു അൻഹുവിന്റെ തലക്ക് മുകളിൽ നിറയിടാനായി വന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഈ വിഷയം പോയിട്ട് ഉസൈദ് പറയുന്ന, റസൂലേ, ഞാൻ ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്തപ്പോ എന്റെ കുതിരക്ക് ചില മാറ്റങ്ങൾ ഉണ്ടായി, അതുപോലെ തന്നെ പ്രത്യേക ഒരു വെളിച്ചം ഞാൻ കാണുകയുണ്ടായി എന്ന് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഉസൈദ് തിൽക്കൽ മലായികത്തു ദനത്രി സൗതിഹി, നീ ഖുർആൻ ഓതിയപ്പോ നിന്റെ ശബ്ദത്തിന്റെ മാധുര്യം കൊണ്ട് അത് കേൾക്കാനായി ഇറങ്ങി വന്ന മലക്കുകളായിരുന്നു അത്. ഉസൈദ്, നീ എങ്ങാനും ആ ഓത്ത് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ നാട്ടുകാർക്കൊക്കെ മലക്കുകളെ നേരിട്ട് കാണാമായിരുന്നു. ആ രൂപത്തിൽ മലക്കുകൾ അവിടെ പ്രത്യക്ഷപ്പെടുമായിരുന്നു എന്ന് റസൂലുള്ളാഹി വിശദീകരിക്കുന്നത് ഈ സ്വഹാബിയുമായി ബന്ധപ്പെട്ട രംഗത്താണ്. ഈ രണ്ട് സ്വഹാബിമാരാണ് ഉസൈദ്, അബ്ബാദ് ബിൻ ബിശർ. രണ്ടും ശ്രേഷ്ഠരായ സൂക്ഷ്മതയുള്ള
ഒരാൾ ഖുർആനുമായി ചേർന്ന് നിൽക്കുന്ന സ്വഹാബി വര്യൻ, ഒരാൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഇതേ രൂപത്തിൽ ഖുർആനിൽ സൂക്ഷ്മത പുലർത്തുന്ന മറ്റൊരു സ്വഹാബി വര്യൻ. ഈ സ്വഹാബി വര്യന്മാർ യാത്രയിൽ പോകുമ്പോഴാണ് ഈ രൂപത്തിൽ അള്ളാഹു പ്രകാശം ഇട്ടുകൊണ്ട് അത്ഭുതകരമായ രൂപത്തിൽ ഈ സ്വഹാബത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കറാമത്തിലൂടെ അവരെ ആദരിച്ചു എന്ന് ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇതേ രൂപത്തിൽ തന്നെ ഈ മരണത്തിന് ശേഷം, ഇത് ജീവിച്ചിരിക്കുന്ന സന്ദർഭമാണെങ്കിൽ മരണത്തിന് ശേഷവും അള്ളാഹുവിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരടിമയാണെങ്കിൽ മരണത്തിന് ശേഷവും ആ അടിമയെ അള്ളാഹു ഉയർത്തുന്ന, ആദരിക്കുന്ന മഹാനായ ആസിം റളിയല്ലാഹു അൻഹു മുസ്ലിം സൈന്യത്തിന്റെ ഒരിക്കൽ റസൂലുള്ളാഹ് മുസ്ലിം ഉമ്മത്തിന്റെ, മുസ്ലിം സാമ്രാജ്യത്തിന്റെ ഒരു ചാരനായി മറ്റൊരു നാട്ടിലേക്ക് ആസിം റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹ് നിയോഗിച്ചു. എന്നാൽ ചില സ്ത്രീകൾ മുഖേന ആ നാട്ടുകാർ ആസിം ചാരനാണ് എന്ന് മനസ്സിലാക്കുകയും അതിന്റെ സൈന്യം, അവിടെ ഉണ്ടായിരുന്ന കാവലിനുണ്ടായിരുന്ന പട ആസിം റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് ശക്തമായ രൂപത്തിൽ ഇടിച്ച് കൊലപ്പെടുത്തി. ഈ വിഷയം അവിടെ ഉണ്ടായിരുന്ന ഭടന്മാർ രാജാവിനോട് പറഞ്ഞു. ആ സന്ദർഭത്തിൽ രാജാവ് ആസിമാണ് എന്ന് ഉറപ്പിക്കാൻ ആസിമിന്റെ തല ആ ശരീരത്തിൽ നിന്ന്, മയ്യത്തിൽ നിന്ന്, മൃതദേഹത്തിൽ നിന്ന് മുറിച്ചു കൊണ്ടുവരണം. എന്നാൽ ആസിമാണ് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ആസിമിന് വെറുതെ വിടാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ നേതാവായ ഉബൈദ് ബിൻ ഖലഫ് എന്ന ബദറിൽ വെച്ച് കൊലപ്പെടുത്തിയത് ഈ ആസിമാണ്. അതുകൊണ്ട് തന്നെ ആസിമിനെ കിട്ടിയ അവന്റെ മൃതദേഹം കൊണ്ട് വേറെ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് തന്നെ ആസിമാന്ന് ഉറപ്പിക്കാൻ തല മുറിച്ചു കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ കൊന്നിട്ട ഈ സൈന്യം തിരിച്ച് വീണ്ടും ആസിമിന്റെ മൃതശരീരത്തിന് മയ്യത്തിനടുക്കിലെത്തുന്ന സന്ദർഭത്തിൽ ഒരു കടുന്നൽ കൂടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മൃതദേഹത്തിന്റെ മയ്യത്തിനെ സംരക്ഷിച്ചു എന്ന് ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന ഹദീസിനോട് വായിച്ചെടുക്കാൻ കഴിയും. അഥവാ മരണത്തിന് ശേഷവും ആസിം എന്ന് പറയുന്ന ആ മഹാനായ സ്വഹാബി വര്യന്റെ ശരീരത്തെ ശത്രുക്കൾക്ക് വികൃതമാക്കാൻ വിട്ടുകൊടുക്കാത്ത രൂപത്തിൽ പടച്ചറബ് സംരക്ഷിച്ചു എന്ന് ഹദീസിന്റെ താളുകൾ നമ്മളെ ഉണർത്തുകയും പഠിപ്പിക്കുകയും ചെയ്യാണ്. അപ്പൊ ഇതിൽ നിന്ന് കൃത്യമായ രൂപത്തിൽ ഖറാമത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ശ്രേഷ്ഠരായ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് നൽകുന്ന വലിയ പദവിയാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. സൂക്ഷ്മതയോടുകൂടി, തെക്കുവയോടുകൂടി വലിയെന്ന് പറയുന്ന ഉന്നതമായ പദവിയിലേക്ക് എത്താൻ വേണ്ടി പണിയെടുക്കുന്ന വിശ്വാസികളായി മാറാൻ നമുക്കാവണം. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ സഹായം നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും ഉണ്ടാകും എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകുക. അല്ലാഹുവിന്റെ ശ്രേഷ്ഠരായ ഉന്നതരായ അടിമകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي وسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. അല്ലാഹുവിന്റെ വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ മേഖലകളിൽ സൂക്ഷ്മതയോടുകൂടി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസീയത്ത് നൽകുന്നു. വിലായത്തും കറാമത്തുമായി ബന്ധപ്പെട്ട നാം വളരെ ഗൗരവത്തിൽ ഇതിന്റെ ആദർശ നിലപാടുകളെ കുറിച്ച് ബോധ്യമുള്ളവരാവണം എന്നതുകൊണ്ടാണ് ഇത്തരമൊരു വിഷയം 2 ഘട്ടങ്ങളിലായി ഖുതുബയിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. ഇതേ വിലായത്തുമായി ബന്ധപ്പെട്ട്, കറാമത്തുമായി ബന്ധപ്പെട്ട് തന്നെ പല ആളുകളുടെയും ധാരണ വലിയായാൽ അവന് കറാമത്ത് ഉണ്ടായിക്കൊള്ളണം എന്നൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി കാണുന്ന ആൾക്കാർ. അവൻ എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതം കാണിക്കണം, എന്നാൽ അവനെ വലിയായി പരിഗണിക്കാൻ പറ്റുള്ളൂ എന്നൊരു ചിന്താഗതിയും നമ്മുടെ ഇടയിൽ, ഈ ഉമ്മത്തിനിടയിലുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാ വലിയകൾക്കും കറാമത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ ഒരാൾ വലിയായാൽ അവൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ, ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, ഉദ്ദേശിക്കുന്ന ഭാവത്തിൽ കറാമത്ത് നടപ്പിലാക്കാൻ പറ്റിക്കോളണമെന്നില്ല. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞു ഗുഹാവാസികളുമായി ബന്ധപ്പെട്ട സംഭവം. ഗുഹാവാസികളെ 300 വർഷം അല്ലാഹു ഉറക്കിക്കിടത്തിനാണ്. അങ്ങനെ 300 വർഷത്തിന് ശേഷം ഇവർ എഴുന്നേറ്റു. ഈ സംഘം എഴുന്നേറ്റു. ഖാല ഖായിലും മിൻഹും കം ലബിസ്തും. അപ്പൊ ആ കൂട്ടത്തിൽ ഒരാൾ മറ്റാളോട് ചോദിക്കാൻ, കം ലബിസ്തും, നമ്മൾ എത്ര കാലാണ് ഉറങ്ങിക്കിടന്നത്, എത്ര ദിവസമാണ് നമ്മൾ ഉറങ്ങിയത്? കാലു. അപ്പൊ അതിൽ കുറച്ചാൾക്കാർ പറഞ്ഞു ലബിസ്നാ യൗമൻ, നമ്മൾ ആകെ ഒരു ദിവസമല്ലേ, ഒരു ദിവസം നമ്മൾ ഉറങ്ങി. ഔ ബഅദ യൗമിൻ, അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ 1-2 ദിവസം, ഒന്നിച്ചില്ലാത്ത ദിവസം, അത്രയും നമ്മൾ ഉറങ്ങിയുള്ളൂ എന്നൊരു പറയാൻ. അപ്പൊ ഇവർക്ക് 300 വർഷം ഉറങ്ങിക്കിടന്നു എന്നത് ഇവർക്ക് അറിയുന്നില്ല. ഇവർ എഴുന്നേറ്റ സന്ദർഭത്തിൽ ഇവർക്ക് വിശക്കാൻ തുടങ്ങിയപ്പോ ഒരാളെ, ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഭക്ഷണം വാങ്ങാൻ വേണ്ടി അങ്ങാടിയിലേക്ക് പറഞ്ഞേക്കാണ് ബാക്കിയുള്ള ആളുകൾ. അങ്ങനെ ആ ആളുകൾ ഇവർക്ക് കൊടുക്കുന്ന ഉപദേശം ഈ സൂക്ഷിച്ച് പോണം ഭക്ഷണം വാങ്ങാൻ. വലാ ഇശ്റൻ നബിക്കും അഹദ, നിന്നെപ്പറ്റി
ആ നാട്ടുകാരും നീ ഇവിടെ ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞ കാര്യം അറിയരുത് എന്ന് പറഞ്ഞിട്ടാണ് കൂടെയുള്ള ആളുകൾ ഈ മനുഷ്യനെ പറഞ്ഞയക്കുന്നത്. അഥവാ ഇവരുടെ ധാരണയിൽ ആ നാട്ടുകാർ മുഴുവനും ഇവരെ ക്രൂശിച്ച, ആക്രമിച്ച, പീഡിപ്പിച്ച ആളുകളാണ്. അവരിൽ നിന്ന് അഭയത്തിന് വേണ്ടിയാണ് ഇവർ ഈ ഗുഹയിൽ വന്ന് ഒളിച്ചത്. 300 വർഷത്തിന് ശേഷം അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. ഈ 300 വർഷത്തെ ഉറക്കത്തെ കുറിച്ച് അവർ അറിയുന്നില്ല. ആ നാട് മാറിയതിനെ കുറിച്ച് അവർക്കറിയില്ല. അതുകൊണ്ടാണ് ആ നാട്ടുകാർ നീ ഇന്ന ആളാണ് എന്ന് മനസ്സിലാവാത്ത രൂപത്തിൽ അവിടെ പോണം. ഇന്നഹും നിന്നെങ്ങാനും അവർ കണ്ടാൽ, അവർ നീ ഈ തൗഹീദ് പറയുന്ന ആളാണ്, ദീൻ പറയുന്ന ആളാണെന്ന് മനസ്സിലാക്കിയാൽ അവർ നിന്നെ എറിഞ്ഞുകൊല്ലും. എറിഞ്ഞുകൊല്ലും. നിന്നെ മതം മാറ്റാൻ, ദീൻ മാറ്റാൻ അവർ ശ്രമിക്കും. ഇനി നീ എങ്ങാനും അവരുടെ ഭീഷണിക്ക് ഭയന്ന് അവരുടെ ദീനിലേക്ക് നീ പോയാൽ അത് വളരെ മോശമായ പര്യാവസാനമായിരിക്കും, നീ ഒരിക്കലും വിജയിക്കില്ല എന്ന ഉപദേശം കൊടുത്തിട്ടാണ് ബാക്കിയുള്ള ആളുകൾ കൂട്ടത്തിലുള്ള ഒരാളെ ഭക്ഷണം വാങ്ങാൻ വേണ്ടി പറഞ്ഞയക്കുന്നത്. അഥവാ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്, ഔലിയാക്കന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന വലിയകളെ അള്ളാഹു സഹായിച്ചാൽ ആ സഹായിച്ച വിഷയം പോലും ഔലിയാക്കന്മാർക്ക് അറിഞ്ഞോണമെന്നില്ല. ഇത് എനിക്ക് കിട്ടുന്ന കറാമത്താണ് എന്ന് തിരിച്ചറിയാൻ പോലും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കഴിയൂലാണ്. അള്ളാഹു പല രൂപത്തിൽ ചിന്തിക്കുന്ന, ആലോചിക്കുന്നതിനപ്പുറത്ത് അള്ളാഹു അവരെ സഹായിക്കും എന്ന് ഖുർആനും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതുപോലെ തന്നെ ഔലിയാക്കന്മാർക്ക് അത് അറിയാൻ കഴിഞ്ഞോളണമെന്നുമില്ല എന്ന വിഷയവും വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ ഇത്തരം വിഷയത്തെ മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ഔലിയാക്കന്മാർ എന്ന് പറയുന്ന ആളുകൾ മഴല്ലെങ്കിൽ മഴക്ക് വേണ്ടി നിയോഗിച്ച മീക്കായിനെ വിളിച്ചു വരുത്തി തമിഴ്നാട്ടുമായി നിയോഗിപ്പിച്ചു കഥ പറയാം. അതേ രൂപത്തിൽ തന്നെ മരിച്ച ആൾക്കാർക്ക് ജീവൻ കൊടുക്കുക. മരിച്ചൊരുത്തൻ എനിക്കറ ജബ്ബാറായി എന്നൊരു മൂലയിൽ പറഞ്ഞപ്പോ മരിച്ച മനുഷ്യൻ എഴുന്നേറ്റ് ഓടിയാണ് പാണക്കാട്ടെ തിരുമുറ്റത്ത്. ഇതാണ് ഇന്ന് പറയുന്ന വിലായത്തിന്റെ, കറാമത്തിന്റെ പദവികളായി വിശദീകരിക്കപ്പെടുന്നത് പലപ്പോഴും ഈ രൂപത്തിലാണ്. അപ്പൊ ആ രൂപത്തിൽ ഒരു ദീൻ, ഈ രൂപത്തിൽ ഒരു വിലായത്ത് ഇവിടെ ഇന്ന് നമ്മുടെ നാട്ടിൽ വിശദീകരിക്കുന്ന രൂപത്തിൽ ഒരു കറാമത്ത് ഇസ്ലാം പഠിപ്പിച്ചതല്ല എന്ന് കൃത്യമായി നാം മനസ്സിലാക്കണം. മാത്രമല്ല ഈ ആയത്തുകളെയും ഹദീസുകളെയും എല്ലാം ഒരുമിച്ച് കൂട്ടി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തി, അൽ അംബിയാഉ മഅ്മുറൂന ബിമുഹാരിഹ, അംബിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുഅ്ജിസത്ത് ഉണ്ടായാൽ അത് വെളിവാക്കൽ അംബിയാക്കന്മാരുടെ പേരിൽ നിർബന്ധമാണ്. ഔലിയാക്കന്മാർക്ക് വല്ല കറാമത്തും ഉണ്ടായി എന്ന വലിയകൾക്ക് ബോധ്യപ്പെട്ടാൽ അത് മറച്ചുവെക്കൽ അവരുടെ പേരിൽ നിർബന്ധമാണ്. എന്നിട്ട് അദ്ദേഹം ശരിയിരിക്കുന്നത്, അംബിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവർ അവർ തിന്മകളിൽ നിന്ന് മുക്തരാണ്. എന്നാൽ മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മഅസൂമികളായി പടക്കപ്പെട്ടവരല്ല. അവൻക്ക് ലഭിച്ച അനുഗ്രഹം അള്ളാഹുവിന് കൊടുത്ത പരീക്ഷണാണോ അതല്ലെങ്കിൽ ആദരവാണോ എന്ന് തിരിച്ചറിയാൻ പോലും കഴിവില്ലാത്തവന്മാരാണ് മനുഷ്യർ. അഥവാ നമുക്ക് പെട്ടെന്ന് ഒരുപാട് പൈസ ഉണ്ടായി, ആ പൈസ അള്ളാഹു കറാമത്ത് എന്ന് പറയുന്ന രൂപത്തിൽ